രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ് വുമണായ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച യുവതിയെ കണ്ടെത്താനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പരാതിക്കാരായ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്ന യുവതികളെ കണ്ട് അവരുടെ മൊഴി ശേഖരിക്കുകയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. തിരുവനന്തപുരത്ത് ഒരു ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന് ശ്രദ്ധരേഖയിലൂടെ വെളിപ്പെടുത്തിയ പെൺകുട്ടി, അവരെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേസിന് കൂടുതൽ എളുപ്പമാകുമെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്, അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിനുള്ളത്. അന്വേഷണ സംഘത്തെ ഇന്ന് തന്നെ തീരുമാനിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം എറണാകുളത്ത് കൊച്ചിയിൽ രാഹുലിനെതിരെ പരസ്യമായി ആദ്യമായി രംഗത്ത് വന്ന റിനി എന്ന സിനിമാ താരത്തെ റിനിയെ കണ്ടെത്തി അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ പരാതികളിൽ അവർ ഉറച്ചു നിന്നാൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക്, ഇപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അടക്കമുള്ള വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം. അവന്തികയിൽ നിന്നും പരാതി വാങ്ങും. ട്രാൻസ്ജെൻഡർ യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയുണ്ട്. അതിൽ അവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ യുവതികൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ, പരാതിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ആലോചനയും തീരുമാനവും. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുമെന്ന വിലയിരുത്തലും അന്വേഷണ സംഘത്തിനുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ഇനിയും കാര്യങ്ങൾ പുറത്തുവരാനുണ്ട്. അങ്ങനെ ചില നിർണായകമായ ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകേണ്ടത്. എങ്കിൽ അതിലും ഈ പരാതിക്കാരെ കണ്ടെത്തി അവർ പരാതിയിൽ ഉറച്ചു നിൽക്കണം, മൊഴിയിൽ ഉറച്ചു നിൽക്കണം, അവർ കേസന്വേഷണവുമായി സഹകരിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. രാഹുലിനെതിരെ പരാതികളിൽ, ഇത്തരം ആരോപണങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം നേരത്തെ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന് രാഹുലിനെ സഹായിക്കാൻ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം എത്തില്ല എന്നും ഉറപ്പാണ്. പോലീസിന് മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ പരാതികളിൽ കൃത്യമായ മൊഴികൾ, ആരോപണങ്ങളെ സാധൂകരിക്കുന്ന മൊഴികൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതുമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്, ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. വിപുലമായ ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ പല ജില്ലകളിൽ നിന്നും ഉയരാൻ ഇടയുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചത്. ഏതായാലും വളരെ നിർണായകമായ അന്വേഷണ നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും വളരെ നിർണായകമാണ് ഈ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ട്, ഫലം എന്നുള്ളത്. കാരണം ഇതുവരെ രാഹുലിനെതിരെ കൃത്യമായ പരാതികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നാൽ പരാതിക്കാർ പോലീസിന് മുന്നിൽ അവരുടെ ഈ പരാതിയിൽ ഉറച്ചു നിന്നുള്ള മൊഴി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM-ഉം BJP-യും. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. പൊതുവികാരത്തിന് വിരുദ്ധമായി യുവ നേതാവിനെ എങ്ങനെയും സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. രാഹുലിനെതിരായ പരാതി 3 വർഷം മുൻപ് തന്നെ അറിയാമായിരുന്നിട്ടും VD സതീശൻ അത് ഒറ്റപ്പെട്ട സംഭവമായി കണ്ടുവെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ MV ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്.